ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ബാച്ചുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ, വസ്തുതകളടക്കം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നോക്കാം. കേരളത്തിലെ ഏതാനും ചില ക്ഷേത്രങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു ദേവസ്വം ബോർഡിൻ്റെ ബാച്ച് നമ്മളിപ്പം മൂന്നാമതൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 2 ബാച്ച് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ബാച്ച് ഇപ്പം നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്താണ് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 7306662334 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് എക്സാം എപ്പോഴാണോ അതുവരെ 540 രൂപയാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഒന്ന്, വെള്ളായണി മുടിപ്പുര, അതായത് ശ്രീ ഭദ്രകാളിയുടെ കിരീടം വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രമാണ് വെള്ളായണി മുടിപ്പുര ക്ഷേത്രം. അതായത് ശ്രീ ഭദ്രകാളിയുടെ കിരീടം വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രമാണ് വെള്ളായണി മുടിപ്പുര എന്ന് പറയുന്നത്. മറ്റൊന്ന്, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പൊങ്കാലയിടുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് ആറ്റുകാൽ പൊങ്കാല അത്രക്കും ഫേമസ് ആയ ഒന്നാണ്. അതാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഇനി കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. പുരുഷന്മാര് സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. മറ്റൊന്ന്, മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. എന്താണ്? സ്ത്രീകൾ മാത്രമാണ് ഇവിടുത്തെ പൂജാരിണിയാകുന്നത്. അതായത് ഇവിടുത്തെ പൂജാരി എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കും. സ്ത്രീകളാണ് ഇവിടുത്തെ പൂജാരികളായി മാറുന്നത്. അതാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഇനി ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രമുണ്ട്. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളെ പീഠത്തിലിരുത്തി നാരീപൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. സ്ത്രീകളെ പീഠത്തിലിരുത്തി നാരീപൂജ ചെയ്യും. അതുപോലെ ചക്കുളത്തുകാവ് പൊങ്കാലയും ഇവിടെ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, കൊല്ലം ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം. കൊല്ലം ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അധിനിവേശ കലാപവുമായി ബന്ധപ്പെട്ട് കാളിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയെന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിൽ ഭക്തർ 41 ദിവസം വ്രതമെടുത്ത് പൊങ്കാലയും മഞ്ഞ നീരാട്ടും നടക്കുന്ന അപൂർവ ക്ഷേത്രം. നാരങ്ങ വിളക്കിലൂടെ പ്രശസ്തി നേടിയ ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണ് കൊല്ലം ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അധിനിവേശ കാലവുമായി ബന്ധപ്പെട്ട് കാളിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയെന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിൽ ഭക്തർ 41 ദിവസം വ്രതമെടുത്ത് പൊങ്കാലയും മഞ്ഞ നീരാട്ടും നടക്കുന്ന അപൂർവ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നാരങ്ങ വിളക്കിലൂടെ പ്രശസ്തി നേടിയ ക്ഷേത്രം കൂടിയാണ്. ഇനി ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം. എന്താണ് പ്രത്യേകത? ദേവിയുടെ ആർത്തവ ദിനങ്ങൾ ആഘോഷിക്കുന്ന ക്ഷേത്രമാണ്. ദേവിയുടെ ആർത്തവ ദിനങ്ങൾ ആഘോഷിക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം. അടുത്തത്, കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം. കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം എന്താണ്? ഉദ്ദിഷ്ട കാര്യത്തിന് ഭക്തർ അരയാലിൽ മണികെട്ടി പ്രാർത്ഥിക്കുന്നു. ഉദ്ദിഷ്ട കാര്യത്തിന് ഭക്തർ അരയാലിൽ മണികെട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അടുത്തത്, മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം. മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം എന്താണ്? ക്ഷേത്ര ദർശനത്തിന് ശേഷം ഭക്തർ ക്ഷേത്ര പരിസരത്ത് മീൻകറി വെച്ച് കഴിക്കുന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഭക്തർ ക്ഷേത്ര പരിസരത്ത് മീൻകറി വെച്ച് കഴിക്കുന്നു. അടുത്തത്, തിരുവല്ലം പരശുരാമ ക്ഷേത്രം. വർഷത്തിൽ 365 ദിവസവും പിതൃബലി നടക്കുന്ന ക്ഷേത്രം. വർഷത്തിൽ 365 ദിവസവും പിതൃബലി നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. മേൽക്കൂരയും വിഗ്രഹ പ്രതിഷ്ഠയുമില്ലാത്ത വനദുർഗാ ക്ഷേത്രം. കാടാമ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത് മേൽക്കൂരയും വിഗ്രഹ പ്രതിഷ്ഠയുമില്ലാത്ത വനദുർഗാ ക്ഷേത്രമാണ്. മറ്റൊന്ന്, തിരുവൈരാണിക്കുളം ശിവക്ഷേത്രം. തിരുവൈരാണിക്കുളം ശിവക്ഷേത്രം പാർവതി ദേവിയുടെ നട വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്ന ക്ഷേത്രം. പാർവതി ദേവിയാണ് ഈ ഒരു നട എന്ന് പറയുന്നത്. വർഷത്തിൽ 12 ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ. മറ്റൊന്ന്, കരിക്കകം ദേവി ക്ഷേത്രമാണ്. കരിക്കകം ദേവി ക്ഷേത്രം ഒരു ദേവിയെ 3 രൂപത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രം. ഒരു ദേവിയെ 3 രൂപത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രമാണ് കരിക്കകം ദേവി ക്ഷേത്രം. ഇനി അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം. അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം കാസർഗോഡ് ക്ഷേത്രത്തിലെ മുതലേക്ക് പടച്ചോറ് നൽകുന്ന ഇടമാണ്. കാസർഗോഡ് ക്ഷേത്രക്കുളത്തിലെ മുതലേക്ക് പടച്ചോറ് നൽകുന്ന ഇടം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ഉപഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. 7.5 പൊന്നാന എഴുന്നള്ളത്താണ് ഏറ്റവും പ്രശസ്തം. 7.5 പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം. മറ്റൊന്ന്, പള്ളിയറ ചിലന്തി അമ്പലം ക്ഷേത്രം. അസുര നിഗ്രഹത്തിന് ചിലന്തി രൂപം കൈക്കൊണ്ട ദേവീ ക്ഷേത്രം. അസുര നിഗ്രഹത്തിന് ചിലന്തി രൂപം കൈക്കൊണ്ട ദേവീ ക്ഷേത്രമാണ്. ദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മ. അമ്പലമില്ലാതെ ആലിൻതറയിൽ മഹാദേവൻ കുടികൊള്ളുന്ന ഇടം. അമ്പലം, അതായത് ചുറ്റമ്പലമില്ലാത്ത ഒരു അമ്പലം എന്നാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം അറിയപ്പെടുന്നത്. അമ്പലമില്ലാതെ ആലിൻതറയിലാണ് മഹാദേവൻ കുടികൊള്ളുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണൻ ബാലകനായി കുടികൊള്ളുന്ന ഇടമാണ് ഗുരുവായൂർ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും ഗണപതിയുടെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും ഗണപതിയുടെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം.
അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം പാമ്പ് കടിയേറ്റവരുടെ വിഷചികിത്സ നടത്തുന്ന ക്ഷേത്രം. അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ബാധരോഗ ദുരിതരുടെ ഏക ആശ്രയം നൽകുന്ന ക്ഷേത്രം. ബാധരോഗ ദുരിതർക്ക് ഏക ആശ്രയം നൽകുന്ന ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വർഷത്തിൽ എന്നും അന്നദാനം നൽകുന്ന ക്ഷേത്രം. ചേർത്തല കാർത്യായനി ക്ഷേത്രം കോഴിയെ പറത്തൽ ചടങ്ങുള്ള ഒരു ക്ഷേത്രമാണ് ചേർത്തല കാർത്യായനി ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ദാരിക നിഗ്രഹത്തിന് ശേഷം ശ്രീ ഭദ്രകാളി കുടിയിരിക്കുന്ന ക്ഷേത്രം. ദാരിക നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളി കുടിയിരിക്കുന്ന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. തൊഴുവൻകോട് ചാമുണ്ഡി ക്ഷേത്രം. തൊഴുവൻകോട് ചാമുണ്ഡി ക്ഷേത്രം പ്രധാന ശ്രീകോവിലിൽ ചാമുണ്ടേശ്വരിയോടൊപ്പം മോഹിനിയക്ഷി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പട്ടാളക്കാരുടെ ഉത്തരവാദിത്വത്തിൽ പട്ടാളം നടത്തുന്ന ക്ഷേത്രം. പട്ടാളക്കാരുടെ ഉത്തരവാദിത്വത്തിൽ പട്ടാളം നടത്തുന്ന ക്ഷേത്രം. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം മുത്തപ്പന് കള്ളും ഉണക്കമീനും നിവേദ്യം നൽകുന്ന ക്ഷേത്രം. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം മുത്തപ്പന് കള്ളും ഉണക്കമീനും നിവേദ്യം നൽകുന്ന ക്ഷേത്രം. കൊല്ലം മലനട ക്ഷേത്രം ദുര്യോധന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം. ദുര്യോധന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം. തിരുവല്ല വല്ലഭ ക്ഷേത്രം വർഷത്തിൽ എല്ലാ ദിവസവും കഥകളിയുള്ള ക്ഷേത്രം. തിരുവല്ല വല്ലഭ ക്ഷേത്രം വർഷത്തിൽ എല്ലാ ദിവസവും കഥകളിയുള്ള ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹമുള്ള ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ പ്രതിമയുള്ള ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. അടുത്തത് തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം. തൃപ്രയാർ ക്ഷേത്രം ഈ കാണുന്നതാണ് തൃപ്രയാർ ക്ഷേത്രം. ഓക്കെ. കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും പുരാതനവുമായ തൃപ്രയാർ ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ, അതായത് ഇന്ന് ഈ നദി കനോലി കനാലിന്റെ ഭാഗമാണ്, കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പലങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രമാണിത്. നാലമ്പലങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രമാണ്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ. അതായത് നാലമ്പല ദർശനങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ. ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് വിശ്വസിച്ചു വരുന്നു. ഗണപതി ദക്ഷിണാമൂർത്തി, അതായത് പരമശിവൻ, ധർമ്മശാസ്താവ് ശ്രീകൃഷ്ണൻ, ഗോശാല കൃഷ്ണ സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണൻ, ഹനുമാൻ, ചാത്തൻ, വിഷ്ണുമായ, അതായത് എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ്. ഈ അടുത്ത കാലത്താണ് ഏകാദശി കഴിഞ്ഞത്. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശിയാണ് ഇവിടെ നടക്കുന്ന വളരെ തൃപ്രയാർ ഏകാദശി മഹോത്സവം എന്നറിയപ്പെടുന്നത്. മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ, തൃപ്രയാറപ്പൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീരാമസ്വാമിയാണെന്ന് ഓർക്കുക. മീനമാസത്തിൽ നടക്കുന്ന ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവർ അല്ലെങ്കിൽ തൃപ്രയാർ അപ്പനാണ് എന്നാണ് പറയപ്പെടുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഓക്കെ. അടുത്തത് തട്ട ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. തട്ട ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം, ഇതാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. തട്ട ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം 1600 പരം വർഷങ്ങളുടെ ചരിത്രം പേരുന്ന വടക്കോട്ട് ദർശനമരുളുന്ന ഒറ്റ ശ്രീകോവിലിൽ ഉഗ്രരൂപിണിയായ ശ്രീ ഭദ്രകാളിയും ശാന്തസ്വരൂപിണിയായ ബാലഭദ്രദേവിയും ആണ് പ്രതിഷ്ഠകൾ. അതായത് ഇങ്ങനെ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതായത് 1600 പരം ചരിത്രങ്ങൾ പേരുന്ന വടക്കോട്ട് ദർശനമരുളുന്ന ഒറ്റ ശ്രീകോവിലിൽ ഉഗ്രരൂപിണിയായ ശ്രീ ഭദ്രകാളിയും ശാന്തസ്വരൂപിണിയായ ബാലഭദ്രദേവിയും പ്രതിഷ്ഠകളായി കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തട്ടയിലെ ക്ഷേത്രം എന്ന് പറയുന്നത്, ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. അഷ്ടബാഹുക്കളിലും ആയുധമേന്തിയ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അഷ്ടബാഹുക്കളിലും ആയുധമേന്തിയ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. ഉഗ്രമൂർത്തിയായ ദേവിയെ ശാന്തയാക്കുവാൻ പ്രധാന വിഗ്രഹത്തിന് മുന്നിൽ ഒരു കണ്ണാടി വിഗ്രഹം സ്ഥാപിച്ച് സപരിവാര പൂജ നടത്തി സർവാവിഷ്ട പ്രദായിനിയായി ഇപ്പോൾ ആരാധിച്ചു വരുന്നു. ഒരു ശ്രീകോവിലിൽ ഒരേ മൂർത്തിയുടെ 2 പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. മീനമാസത്തിലെ ഭരണിയാണ് ക്ഷേത്രത്തിലെ ഉത്സവം. അടുത്തത് ദേവിയുടെ ഉത്സവ ദിവസം 7 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രമുറ്റത്ത് അണിനിരക്കും. തേര്, കാള എന്നിവ മുറ്റത്ത് പ്രദക്ഷിണം വയ്ക്കുന്ന കാഴ്ച വർണ്ണാഭമാണ്. കേരളത്തിലെ കെട്ടുകാഴ്ച നടക്കുന്ന ക്ഷേത്രങ്ങളിൽ കെട്ടുരുപ്പടികളുടെ വലിപ്പത്തിൽ മുൻപന്തിയിലാണ് ക്ഷേത്രം. മീനകാർത്തിക ദിവസവും കെട്ടുകാഴ്ച നടക്കുന്നു. 2 ദിവസം കെട്ടുകാഴ്ച നടക്കുന്ന പ്രത്യേകതയും ഈ ഒരു ക്ഷേത്രത്തിന് ഉണ്ട്. ഇതാണ് ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചകൾ ആ ഒരു സമയത്തുള്ളത്.
ഇനി ഓണാട്ടുകരയുടെ സവിശേഷതയായ കെട്ടുകാഴ്ചയുടെ പുകൾപ്പറ്റ ക്ഷേത്രമാണ് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. അതായത് ഓണാട്ടുകരയുടെ സവിശേഷതയായ കെട്ടുകാഴ്ചയുടെ പുകൾപ്പറ്റ ക്ഷേത്രമാണ് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. കെട്ടുകാഴ്ചയുടെ വലിപ്പത്തിൽ കേരളത്തിലെ 2ാം സ്ഥാനവും പത്തനംതിട്ട ജില്ലയിൽ 1ാം സ്ഥാനവും തട്ടയിൽ കെട്ടുകാഴ്ചയ്ക്ക് അവകാശപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എടുപ്പുകാള എന്ന് പറയുന്നത് ഇവിടുത്തെ സവിശേഷത. ലോകത്തിലെ ഏറ്റവും വലിയ എടുപ്പുകാള. ഇനി കാർത്തിക ദിവസം നടക്കുന്ന പ്രധാന ചടങ്ങാണ് ഗരുഡൻ തൂക്കം. ഗരുഡ വേഷധാരിയായ തൂക്കക്കാരൻ തൂക്കവലിലേറി ക്ഷേത്രത്തിന് പ്രതിഷ്ഠണം വഹിക്കുന്ന ചടങ്ങ് ദർശിക്കുന്നത് പുണ്യമാണ്. അന്നേ ദിവസം നേർച്ച തൂക്കവും നടക്കും. ഇഷ്ടസന്താനലബ്ധിക്കും കുഞ്ഞുങ്ങളുടെ ആയുരാരോഗ്യത്തിനും നടത്തുന്ന ചടങ്ങിന് ധാരാളം ഭക്തർ എത്തുന്നു. മീനഭരണി കൂടാതെ മകരഭരണി, കുംഭഭരണി, മേടഭരണി എന്നിവയും ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നുണ്ട്. തട്ടഭഗവതിയും ഏഴംകുളം ഭഗവതിയും സഹോദരിമാരാണ് എന്നാണ് വിശ്വാസം. തട്ടഭഗവതിയും ഏഴംകുളം ഭഗവതിയും സഹോദരിമാരാണ് എന്നാണ് വിശ്വാസം. വൃശ്ചികം 1 മുതൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളിൽ കളമെഴുത്തുപാട്ടും ചിറപ്പും കാണാൻ ധാരാളം ഭക്തർ ഇവിടെ എത്തപ്പെടുന്നുണ്ട്. കൂടാതെ സപ്താഹം, നവാഹം, നവരാത്രി സംഗീതോത്സവം, ഉരുൾ വഴിപാട് എന്നിവ പ്രാധാന്യമേറിയതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്ന്, സ്വന്തമായി കഥകളി യോഗമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. സ്വന്തമായിട്ട് കഥകളി യോഗമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. മുൻപ് ചോദിച്ചത് ഈ ഒരു ചോദ്യമാണ്. കൂടാതെ 100 വർഷം പഴക്കമുള്ള മതപാഠശാല, നൃത്ത സംഗീത വാദ്യകലാ പരിശീലന കേന്ദ്രം എന്നിവ പ്രവർത്തിക്കുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ 1ഉം 2ഉം കരിയോഗങ്ങൾ രൂപം കൊണ്ടത് ഈ ക്ഷേത്രത്തിന്റെ കിഴക്കും പടിഞ്ഞാറും കരകളിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറ്റ് ക്ലാസ്സുകളൊക്കെ പെയ്ഡ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ദേവസ്വം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്